വഖഫ് ബില്ലിന് പിന്നാലെ ചർച്ച ബില്ലും കൊണ്ടുവരുന്നു. ഓർഗനൈസറിൽ അത് സംബന്ധിച്ച് ലേഖനം വരുന്നു എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒരു ലേഖനവും ഇല്ല. 2012 ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ഇപ്പോൾ പുറത്തിട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിവാദമാക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും പാർട്ടി നിലപാടിന് വിരുദ്ധമായി വഖഫ് ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ തലവേദന വി.ഡി. സതീശനും കേരളത്തിലെ കോൺഗ്രസിനും വലിയ തോതിലുണ്ട്. അത് മറച്ചു പിടിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ചെപ്പടി വിദ്യയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതൊരു കാരണവശാലും വിലപ്പോവില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം അത്രമാത്രം മണ്ടന്മാരാണെന്നുള്ള ഒരു ധാരണയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുനമ്പത്തിൻ്റെ കാര്യത്തിലും ക്രൈസ്തവ സമൂഹം നേരിടുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളുടെ കാര്യത്തിലും ശരിയായ നിലപാട് സ്വീകരിച്ച് പോയിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞത് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായാലും മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്നാണ്. പക്ഷേ ബില്ലിലെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വഖഫിൻ്റെ അധിനിവേശം, ആരുടെ സ്വത്തും എപ്പോൾ വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരിനിയമം സമ്പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മുനമ്പത്തുകാർക്ക് അത് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ക്രൈസ്തവ സഭകൾക്കെല്ലാം ഈ ശരിയായ നിലപാട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വേവലാതിയല്ല കോൺഗ്രസിനും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രചരണം. അതിവിടെ വിലപ്പോവില്ല. ഈ ജബൽപൂരിൽ വൈദികരെ ആക്രമിക്കുന്നു, കേരളത്തിൽ വന്നിട്ട് കേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എല്ലാ കാലത്തും ഉള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിർണായകമായ ഓരോ സന്ദർഭങ്ങളിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദില്ലിയിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് കല്ലെറിയുക, ക്രൈസ്തവ സമൂഹം ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു പുൽക്കൂട് തകർക്കുക, ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും പതിവുള്ള കാര്യമാണ്. സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തായാലും ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്തും അത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിമെൻസിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരും പാർട്ടിയും ആരുടെ കൂടെ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ല. ജബൽപൂരിൽ വൈദികന്റെ മുഖത്തേറ്റ അടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്താണ്, തിരുമുഖത്താണ് അടിയേറ്റതെന്നാണ് ഇന്നലെ പാംപ്ലാനിക്ക് നടന്നത്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ബോധ്യമാവും. ഇപ്പോൾ പാലക്കാട് വലിയ തോതിൽ വിവാദമായില്ലേ? സത്യം എന്താണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാണ് ഇതിന് നമ്മളിങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഇക്കാര്യത്തിൽ വേവലാതിയില്ല. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും മോദി സർക്കാർ രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയിലും കൃത്യമായ ധാരണയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വർഗീയ ശിഥിലീകരണ പ്രവണതകളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല. മുനമ്പത്തിൻ്റെ കാര്യത്തിലും വഖഫിൻ്റെ കാര്യത്തിലും അതാണ് കണ്ടത്.